ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് 5 മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതും അവർക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതാ ഫസ്റ്റ് റെസിപ്പിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹെൽത്തി ലഡു ആണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫോക്സ് നട്ട് എടുത്തിട്ടുണ്ട്, ഗ്രൗണ്ട് നട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ ഡേറ്റ്സും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ കപ്പ് വീതം നമ്മൾ ബദാമും അണ്ടിപ്പരിപ്പും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഒരു ചെറിയ കപ്പിൽ കറുത്ത മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഡേറ്റ്സ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നില്ല, അതൊന്ന് കുരുക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഗീയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റോസ്റ്റിംഗ് ടൈം കൂടുതലുള്ള ഐറ്റം വേണം ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ബദാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഇതൊരു 1-1.5 മിനിറ്റോളം ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഗ്രൗണ്ട് നട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോക്സ് നട്ടും കൂടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു 1/2 മിനിറ്റ് തൊട്ട് 1.5 മിനിറ്റ് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ തന്നെ മതിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇളം ചൂടുള്ളപ്പോൾ തന്നെ നമുക്കത് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് 3 പ്രാവശ്യമായിട്ടാണ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈം ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് പീസൊക്കെ ഉള്ള പോലെയാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ലഡുവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പീസ് ബൈറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി 2 പ്രാവശ്യം നമ്മൾ തരി പോലെയാണ് സാധാരണ ലഡുവിന് മിക്സ് ചെയ്യുന്ന പോലെയാണ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഫുള്ള് നമ്മൾ ഇവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ഡേറ്റ്സ് ആണ്. അപ്പോൾ ഡേറ്റ്സ് ആണ് ഇനി നെക്സ്റ്റ് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ആ ഒരു സെയിം ജാറിലേക്ക് ഡേറ്റ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഡേറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മിക്സറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം ബ്രൗൺ ഷുഗറാണ്, ജാഗറി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വൈറ്റ് ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, ആ ഒരു ബ്രൗൺ ഷുഗർ മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒഴിവാക്കണമെങ്കിൽ കുറച്ചും കൂടെ ഡേറ്റ്സ് ആഡ് ചെയ്താൽ തന്നെ മതിയാകും. അപ്പോൾ നമ്മൾ ഗീയുടെ മെഷർമെൻറ്റ് പറയാത്തത് ആ ഒരു മിക്സിങ് ടൈമിൽ എത്ര ആവശ്യമുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ അതിൻ്റെ മെഷർമെൻറ്റ് പറയാത്തത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഗീ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു 3/4 കപ്പോളം ഗീ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഗീ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് ഒരു 3/4 കപ്പോളം ഗീ തന്നെ നമ്മൾ ഈ ഒരു ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗീയൊക്കെ ഒന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കറുത്ത മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ തേങ്ങാപ്പീരൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് 32 കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോട്ടൽ 32 ലഡു കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ബോളാക്കി എടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെൽത്തി ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 1.5 മിനിറ്റ് നമ്മൾ റോസ്റ്റിംഗ് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഈ ഒരു ബോളാക്കി എടുക്കലാണ്. അപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്, നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ചില ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാതെ മാറ്റി വയ്ക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ലഡു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അത് കഴിക്കാനും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അവരെ കൊണ്ട് കഴിപ്പിക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ അതാ ഒരു ഡെയിലി നമ്മളിത് 2 ലഡു വെച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ സ്നാക്സായിട്ട് ഒറ്റയടിക്ക് ഇരുന്ന് കഴിക്കുന്നതിനേക്കാളും പല ദിവസങ്ങളിലായിട്ട് 2-3 ലഡു വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഹെൽത്തി ഐറ്റം തന്നെയാണ്. ഇനി ഇത് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്.
നെക്സ്റ്റ് ഇതാ ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. ഇതും നമ്മൾ കുട്ടികൾ വരുമ്പോൾ ആ ഒരു 5 മിനിറ്റ്സിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാലാണ് തിളപ്പിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നൈസ് പത്തിരിയുടെ പൊടി, വറുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിത് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഫോക്സ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നല്ല ചൂടുള്ള പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു 1 മിനിറ്റ് ഒന്ന് ഇതിട്ടിട്ട് ബോയിൽ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. നമുക്കൊരു 5 മിനിറ്റും വേണ്ട, ഒരു 2-3 മിനിറ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് കൂടിയിട്ടാണിത്. നെക്സ്റ്റ് റെസിപ്പിയായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹോംലി പിസ്സയാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ സക്സസ് ആയിട്ടുണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവാള എടുത്തിട്ടുണ്ട്, തക്കാളി, അതുപോലെ കുറച്ച് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന്. അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് ഒഴിക്കുന്ന പാനിലേക്ക് നല്ലോണം നല്ല രീതിയിൽ തന്നെ ഒരു ബട്ടറിൻ്റെ പീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കലാണ്. ഇനി അത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് പീസസ് ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പീസാക്കിയിട്ടോ വെച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മുട്ടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ വേണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചീസാണ്. അപ്പോൾ ചീസ് ഇതുപോലെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓണിയനും ടൊമാറ്റോയും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് വെജിറ്റബിൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ കുട്ടികൾക്കായതുകൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതാ ഒന്നും കൂടെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ചീസൊക്കെ ഒന്ന് മെൽട്ടായി വരുന്ന ടൈമാണ്. അപ്പോൾ അതൊന്ന് മെൽട്ടായി എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ആ ഒരു കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഒരു പിസ്സ പോലെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിസ്സയുടെ ഒരു ഏകദേശം ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു 5 മിനിറ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണിത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ഷെയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ്. കുട്ടികൾക്ക് മസ്റ്റായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കോക്കനട്ടാണ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള രാഗിയാണ്, മുഴുവൻ രാഗിയാണ് കേട്ടോ, പൗഡറല്ല. ആ ഒരു രാഗിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം രാഗി എടുത്തിട്ടുണ്ട്. 1.5 കപ്പോളം തന്നെ തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിത് പാൽ കൂടുതലുള്ളപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ എൻറിച്ചായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെയിം ഇതിൽ ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ആ ഒരു കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് തന്നെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു 2-3 ഏലക്ക പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ലോണം കട്ടയൊന്നും പിടിക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുറുക്കിയിട്ടാണ് എടുത്ത് കൊടുക്കുന്നത്, ഒരു കട്ടിയിലാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ കുറേ അധികം രാഗിയുടെ ഇൻഗ്രീഡിയൻറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒന്ന് കുറുക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നല്ലോണം കൈവിടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുറുക്കിയെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് 5 മിനിറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിയാനാകുമ്പോൾ കുറച്ച് ഗീയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഗീയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റൊക്കെ ഒന്ന് എൻറിച്ച് ആവാനും അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഫാക്ടർ ആഡ് ചെയ്യാനും വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും രാഗി പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെയുള്ള മുഴുവനായിട്ടുള്ള രാഗിയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്വീറ്റായിട്ടുള്ള ഡ്രിങ്കായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട മധുരം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വൈറ്റ് ഷുഗറോ ബ്രൗൺ ഷുഗറോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ മൂത്ത ആൾക്ക് തീരെ മധുരം കഴിക്കില്ല അവൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റിൽ തന്നെ ആഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഇതിലേക്ക് ഒന്ന് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 5 മിനിറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പീസാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.